ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഞാൻ വണ്ടി എടുത്തിട്ടില്ല. മഴ പെയ്തതിനാൽ ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, വിൻ്റർ ഗിയറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്കുണ്ട്, പക്ഷേ എന്നാലും ഞാൻ അത്രത്തോളം കംഫർട്ടബിൾ അല്ല ഒരു ടെമ്പറേച്ചറിൽ. അപ്പം ഇന്ന് ഞാനൊരു ഓഫ് റോഡ് ട്രാക്കിൽ പോകാൻ ഓർത്തിരിക്കുകയാണ്. ഇന്ന് നല്ല ടെമ്പറേച്ചറാണ്, ഏകദേശം ഒരു 20-22 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഹൗസ് ഓണറിൻ്റെ ഗാരേജാണ്, അപ്പോൾ അത്ര ക്ലീനൊന്നുമല്ല. ഇവിടെ പൊതുവേ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വലിച്ചു വരിയിടും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് എനിക്കിങ്ങനെ വണ്ടി ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ വയർ കാണുന്നത്. കുറച്ച് ദിവസമായിട്ട് വണ്ടി എടുക്കാത്തതുകൊണ്ട് കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. കുഴപ്പമില്ല, അവൻ ഓക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ബാറ്ററി ചാർജർ ഡിസ്കണക്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. എയറൊക്കെ കുറഞ്ഞു തോന്നുന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം, ഞാൻ ഈ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. OFTRൻ്റെ ആപ്പാണ്. OFTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒണ്ടാരിയോയിലുള്ള ട്രെയിൽ റൈഡേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ്. അവരുടെ ആപ്പിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ട്രെയിൽസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മുടെ ലൊക്കേഷനും കാണിക്കും. അപ്പോൾ ഇത് നമുക്ക് ഓഫ്ലൈനായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഒരു മെമ്പർഷിപ്പ് വരുന്നുണ്ട്. അറൗണ്ട് $130 ആണെന്ന് എനിക്ക് തോന്നുന്നു ഇയർലി. അപ്പം ഇതാണ് എൻ്റെ ലൊക്കേഷൻ. ഞാനിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഈ ട്രാക്കിൻ്റെ പേര് വാൽവിൻ എന്നാണ്. നമുക്ക് ഓരോ ട്രാക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് എൻ്റെ പേരിങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഈ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് അത് ഗൂഗിൾ മാപ്സിൽ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് എത്തും. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ചെറിയൊരു ചെക്കപ്പൊക്കെ ചെയ്യാം, എല്ലാം ഓക്കെ ആണോ എന്ന്. നല്ല കാറ്റുണ്ട്. ചെയിൻ ഞാൻ ലൂബ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. വേറെ സ്റ്റാർട്ടിങ് ട്രബിൾ മിസ്സിങ്ങോ ഒന്നുമില്ലായിരുന്നു. ബാറ്ററി ഓക്കെയാണ്, ചാർജർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്കല്ല. അപ്പോൾ ഞാനിതിപ്പോൾ വാങ്ങിയിട്ടൊരു ഓൾമോസ്റ്റ് 3 months ആയി. അപ്പോൾ ഒരു 2 months ആയിട്ട് ഞാൻ ഈ വണ്ടി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്സിലറി ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ ഫുൾ മാറിയിട്ടുണ്ട്. അതായത് ബാർ മാറി, ബാർ റേസർ വെച്ച്. പിന്നെ ഹാൻഡ് ഗാർഡ്സ് മാറി, മിറേഴ്സ് മാറി, പാഡ് ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോൺ ഹോൾഡറാണ്. പ്ലസ് ഈ ബാറ്ററി ചാർജർ എന്ന് പറഞ്ഞില്ല, അതിൻ്റെ തന്നെ കമ്പനിയുടെ തന്നെ ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു ഫോൺ ചാർജറും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പുറകിലെ ഫെൻഡർ മാറ്റി ഒരു ടെയിൽ ടൈഡ് വെച്ച്. ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റുണ്ട്, അതൊരു വിസിബിലിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അത് ഞാൻ ഇന്ത്യയിൽ നിന്ന് എൻ്റെ ഒരു കസിൻ വന്നപ്പോൾ വരുത്തിച്ചതാണ്. വേറെ എക്സോസ്റ്റ് മാറിയിട്ടില്ല, തൽക്കാലം അത് മാറുന്നില്ല. ഇവിടെ നാട്ടിലുള്ള പോലെ തന്നെയും സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാറ്റുന്നില്ല തൽക്കാലം.
പിന്നെ ഇതിന് മെയിനായിട്ട് ചെയ്യാനുള്ളൊരു അപ്ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോക്സാണ്. അപ്പോൾ ഞാൻ ഈ മോഡൽ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 മോഡലാണ്. 2024 നിന്ന് 25 വന്നപ്പോഴത്തേന് ഇവർ ഷോക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഹോണ്ട പറയുന്നത്. പക്ഷേ റിവ്യൂസിലൊന്നും അത്രത്തോളം നല്ലൊരു ഫീഡ്ബാക്ക് അല്ല കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോക്കാണ് മെയിനായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. റിയർ ഷോക്ക് എന്താ പറയുക, ഭയങ്കര സോഫ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മളൊരു 70 kg എബവ് വെയിറ്റുള്ള റൈഡറാണെങ്കിൽ ബാക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് അടിക്കും. അപ്പോൾ അത് പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള അപ്ഗ്രേഡാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ്. മേ ബി നെക്സ്റ്റ് ഇയർ വല്ലതും. ഓക്കെ, വണ്ടി കുറച്ച് വാമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ എക്സോസ്റ്റ് സ്റ്റോക്കാണെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ബാഫിലിൻ്റെ കുറച്ച് പോർഷൻ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പാർക്ക് അറസ്റ്റർ എന്ന് പറഞ്ഞൊരു പാർട്ട് ഇതിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു നെറ്റാണ്. അപ്പോൾ പക്ഷെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം അതിവിടെ ലീഗലായിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ 1-2 പെർഫോമൻസ് മോഡ്സ് ചെയ്തിട്ടുണ്ട്. അതിനെ റിവീൽ ചെയ്താൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഇവിടെ ഉള്ള ആരും എങ്ങനെ ഡീലർഷിപ്പ് ഒന്നും ഇത് എൻ്റെ വീഡിയോ കാണത്തില്ലായിരിക്കും. ഞാൻ എൻ്റെ ECU മാറിയിട്ടുണ്ട്. പിന്നെ എയർ ബോക്സിൻ്റെ ലിഡ് മാറിയിട്ടുണ്ട്. എയർ ഫിൽറ്ററും പിന്നെ അതിൻ്റെ കുറച്ച് എന്താ പറയുക, ഒരു എയർ ബോക്സിലേക്കുള്ള സ്നോർക്കലും പിന്നെ ത്രോട്ടിൽ ബോഡിയിലേക്ക് ഒരു കണക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പീസസ് ഞാൻ മാറാൻ ഉദ്ദേശിച്ചിരുന്നു. ആ 2 വർക്ക് പെൻഡിങ് ആക്കി വെച്ചേക്കാണ്, കാരണം ഇത് മൊത്തം അഴിക്കണം. അപ്പോൾ ഈ വർഷം ഞാനിപ്പോൾ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും സമ്മർ ഇങ്ങനെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്തിരിക്കുകയാണ്. പിന്നെ സ്കിഡ് പ്ലേറ്റ് മാറിയിട്ടുണ്ട്. ഇതിനൊരു പ്ലാസ്റ്റിക് സ്കിഡ് പ്ലേറ്റാണ് സ്റ്റോക്ക് വരുന്നത്. അത് ഞാൻ മാറി ഒരു അത്യാവശ്യം നല്ല 4 mm തിക്നെസ് ഉള്ളൊരു അലുമിനിയം സ്കിഡ് പ്ലേറ്റാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ വർക്ക്സാണ് വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് പറ്റും എന്നെനിക്കറിയില്ല, പക്ഷേ ഉടൻ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗിയറെല്ലാം ഇട്ടിട്ട് നമുക്ക് ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ,
45 മിനിറ്റാണുള്ളത്. ഇവന്മാരെ പരസ്യത്തിൽ ഇങ്ങനെ ജസ്റ്റ് സ്നാപ്പാനാണെന്ന് പറയുമെങ്കിലും കുറച്ച് സമയം എടുക്കും അത് വെക്കാനായിട്ട്. ഓക്കെ, സ്റ്റാർട്ട്. വിട്ടേക്കുന്നത് മോട്ടോ ക്രോസ് ബൂട്ട്സാണ്. അപ്പോൾ ഇത് വെച്ച് നോർമലി റൈഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ ഇത് ആൽപൈൻസ്റ്റാർസിൻ്റെ ടെക് 7 ആണ്. ടെക് 3യും ടെക് 5ഉം കുറച്ച് ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ. പക്ഷേ ഇത് ടെക് 7ൽ അവർ പിവറ്റ് സിസ്റ്റം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് 2 സൈഡിലും. അപ്പോൾ ഈ ഒരു ആംഗുലാർ മോഷൻ കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് അഡ്വഞ്ചർ പ്ലസ് മോട്ടോക്രോസ് ബൂട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കാറ്റുള്ള ദിവസമാണെന്ന് തോന്നുന്നു. വെയിൽ, മഴ, തണുപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാം. പക്ഷെ കാറ്റ് ചില നേരത്തെ ഹൈവേയിലൊക്കെ വണ്ടി ലിഫ്റ്റായി പോകുന്നവരെ തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും ഹൊറിബിളാണ് ഇവിടുത്തെ വിൻഡ്. ഞാൻ നിൽക്കുന്ന ഏരിയ അത്ര എന്താ പറയുക പോപ്പുലേഷൻ ഇല്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ട് റൈഡ് ചെയ്യാം. സിവിക് ടൈപ്പ് ആർ. ഞാനീ പറയുന്ന ഓഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഇൻട്രൊഡക്ഷൻ മൈക്കിനുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താ പറയുക, ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന കൺട്രി റോഡ്സാണ്. അത്ര സീനിക് വ്യൂസ് ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ട്രാക്കിലെത്തിയിട്ട് ബാക്കിയുള്ള പോർഷൻ കാണാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇത് സത്യം പറഞ്ഞാൽ ഡബിൾ ട്രാക്കാണ്. നിങ്ങൾക്കിതിൻ്റെ ഈ റോഡിൻ്റെ വീതി കണ്ടാലും മനസ്സിലാവും. ഒരു 2 ബൈക്ക് പോകാനുള്ളൊരു വീതി ഉണ്ടല്ലോ. ഇതിനെയാണ് ഡബിൾ ട്രാക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ ട്രാക്കിലൂടെ നമുക്ക് ബൈക്കല്ലാണ്ട് എന്താ പറയുക, ഇവിടെ ഉള്ളൊരു ATV അല്ലെങ്കിൽ ക്വാഡ് ബൈക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു ട്രാക്കാണ്. പിന്നെ വരുന്നത് സിംഗിൾ ട്രാക്കാണ്. അതും ഈ മാപ്പിലുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് സിംഗിൾ ട്രാക്കിലേക്ക് കയറാം. ഓക്കെ, ഇന്ന് വഴി അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ ബ്ലോക്ക്ഡാണ്. നമുക്ക് ഇതുവഴിയോ
പുറകിലത്തെ ഷോക്ക് എന്താ പറയുക സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ചാടുന്നു. ഒരു കൺട്രോൾ കുറവ്. എനിക്കങ്ങനെ വേറെ വണ്ടിയൊന്നും ഓടിച്ച് ശീലമില്ല, എന്നാലും ഫീൽ ചെയ്യുന്നുണ്ടത്. സത്യം പറഞ്ഞാൽ ഒരു പാർക്ക് കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പം ഹൈക്കിങ്ങിന് നടക്കാനൊക്കെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ കാണും. നമ്മൾ അപ്പർ സൈഡിൽ എത്തി. ഈ ട്രാക്കിൻ്റെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഓക്കെ, നമുക്കിനി സിംഗിൾ ട്രാക്കിലൂടെ ഒന്ന് പോയി നോക്കാം. ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഡോഗ് വാക്കിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരാൾ ഒരു ഡേർട്ട് ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഓടിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. പുള്ളിയുടെയാണ് ആ ബ്ലാക്ക് ട്രക്ക് ഞാൻ കണ്ടായിരുന്ന ഇടയ്ക്ക്. നേരെ പോകാം. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ആ ഒരു ഡെപ്ത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഡെപ്ത് ഉണ്ടത്. ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. ആദ്യമായിട്ട് ഓടിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒട്ടും തന്നെ കൺട്രോൾ കിട്ടുന്നില്ല. സൈഡിലുള്ള മരങ്ങളിലൊക്കെ തട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ബൈക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ. സിംഗിൾ ട്രാക്ക് എനിക്ക് തോന്നുന്നു ഡയറക്ഷനിലാണെന്ന് തോന്നുന്നു. കാരണം ഓപ്പോസിറ്റ് ഒരുത്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി. ഇങ്ങനെ ആരോസൊക്കെ
കണ്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ. കറക്റ്റാണ് പോകുന്നത്. ഇത് അത്രത്തോളം എന്താ എളുപ്പമല്ല, ഭയങ്കരമായിട്ട് ടയർഡാണ്. ട്രാക്കൊക്കെ എപ്പോൾ വന്നാലും ഇതേപോലെ തന്നെ മെയിൻറ്റൈൻഡ് ആയിരിക്കും. കാരണം OFDR അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ട്രാക്ക്. അപ്പോൾ എപ്പോൾ വന്നാലും ഈ ഒരു കണ്ടീഷൻ നമുക്ക് മുന്നോട്ട് പോകാം. എപ്പോൾ വന്നാലും ഈ ഒരു കണ്ടീഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ സിംഗിൾ ട്രാക്ക് മടുത്തു. അപ്പോൾ ഡബിൾ ട്രാക്കിലേക്ക് കയറുകയാണ് തിരിച്ച്. ഇത് നമ്മൾ അങ്ങോട്ട് പോയ വഴിയാണ്, തിരിച്ചു പോവാം. ഡോഗ് വാക്കിങ്ങിന് വന്നതാണ്. അവർ മാറി തന്നു. താങ്ക് യു. അവരും തിരിച്ച് ഹായ് പറഞ്ഞു. ഇനിയും ഇതുപോലുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 2-3 വണ്ടി കിടപ്പുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതാണ്. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്ലോ ചെയ്ത് ഒതുക്കി കൊടുക്കണം. ഒരാൾ കൂടി വരുന്നുണ്ട്. ഓക്കെ, പുള്ളി നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞ് പുള്ളി മാറി നിൽക്കുവാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് ഡബിൾ ട്രാക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കൂടി വിഡ്ത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുതൽ. പിന്നെ ഈ പറയുന്ന പോലെ സർഫസ് അത്രത്തോളം ഹാർഡല്ല. നമ്മൾ കയറിയ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. ഇന്ന് ഇത്രയും മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ടയേർഡായിട്ടുണ്ട്. കുഴപ്പമില്ല, അധികം പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ട് വന്നതാണ്.
പോകുന്ന വഴി എനിക്ക് ഗ്യാസ് അടിക്കണം, പെട്രോൾ അടിക്കണം. ഗ്യാസ് എന്നാണ് പറയുക. പോകുന്ന വഴി ഇഷ്ടംപോലെ പമ്പുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ വേറൊരു ട്രെയിനിൽ പോയി ഇറങ്ങിയായിരുന്നു. അത് പക്ഷേ എനിക്ക് പ്രോപ്പർ ഗിയറൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അപ്പോൾ ഞാൻ അധികം അങ്ങനെ നേരെ അവിടെ സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഒരു റൗണ്ട് എടുത്തു, അപ്പോൾ തന്നെ ഇറങ്ങിപ്പോന്നു. ആ ട്രാക്കിൽ ഞാൻ ഒന്നുകൂടി പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം. കൂടാതെ ഇഷ്ടംപോലെ ട്രാക്സ് ഇനി പോകാനുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോയി അത് ആ ട്രാക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ഞാൻ. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാപ്പിൽ ശരിയില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.